ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പിസോഡിൻ്റെ റിവ്യൂ വെച്ചാൽ ഹിന്ദിയിലെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മുടെ ഹിന്ദിയിൽ വെച്ചാൽ ഒരു കുട്ടി ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചൊരു കുട്ടി വരുന്നതായിട്ട്. അപ്പോൾ ഹിന്ദിയിൽ ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. അത് നവരാത്രി സംബന്ധിച്ചിട്ട് ഒരു നവരാത്രി ആകുമ്പോഴേക്കും ഒരു 9 പിള്ളേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം, സ്വീറ്റ്സ്, കാര്യങ്ങളൊക്കെ കൊടുക്കണം ഒരു ചടങ്ങുണ്ടല്ലോ. നമ്മുടെ ഇവിടേക്ക് ഉണ്ട് അങ്ങനത്തെ ഒരു ചടങ്ങ്. 9 പിള്ളേരൊന്നുമല്ല, ഹിന്ദിയിൽ അങ്ങനെയാണ്. 9 പിള്ളേരോ 8 പിള്ളേരോ അങ്ങനെ വെച്ചിട്ട് എന്തോ ചെയ്യണത്. നമ്മുടെ ഇവിടെ വെച്ചാൽ കുറച്ച് പിള്ളേരെ വെച്ചിട്ട് പൂജയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സെയിം ഹിന്ദിയിലുണ്ട്. അപ്പോൾ അതാണ് അതിൽ പിള്ളേരെ കൊണ്ടുവരുന്നത് തന്നെ. അത് നല്ല എപ്പിസോഡുണ്ടോ ഹിന്ദിയിൽ. പക്ഷെ ഇവിടെ ഒരു കുട്ടിയെ വരുന്നുള്ളൂ. അതുകൊണ്ട് ആ കുട്ടീനെ വെച്ചിട്ട് ഞാൻ ആ റിവ്യൂ പറയാം. അപ്പോൾ ഹിന്ദിയിലെ നവരാത്രിയുടെ ആ ഒരു ഭാഗമാണ് ശരിക്കും ഇതിൽ വരുന്നത്. ഇതിൽ ചിലപ്പോൾ മാറ്റം വരാം. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് ശ്രുതിയും എല്ലാവരും വരുന്ന സമയത്ത് തന്നെ ഈ ഒരു 8 പിള്ളേര് 8 ഇതിൽ ഒരു കൊച്ചല്ലേ, ഈ ഒരു കൊച്ചു വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഞ്ജലിക്ക് അത്യാവശ്യമായിട്ട് അമ്പലത്തിൽ പോകണമായിരിക്കും. അപ്പം അഞ്ജലി നമ്മുടെ ശ്രുതിയടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ കുട്ടീനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു മണിക്കൂറിൽ തന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് വരും. അശ്വിൻ എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ അശ്വിൻ്റെ അടുത്തേക്ക് വിടാൻ പാടില്ല. അശ്വിനെ പിള്ളേരെ മുമ്പോട്ട് ഇഷ്ടമല്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, അശ്വിൻ്റെ റൂമിലേക്ക് ആ കുട്ടീനെ ഒരിക്കലും കടത്തി വിടരുത് കേട്ടോ. അവൻ എന്തൊക്കെയോ പ്ലാനൊക്കെ തയ്യാറാക്കി, എന്തോ കോടിക്കണക്കിന് രൂപയുടെ പ്ലാനോ പ്രൊജക്റ്റോ എന്തോ തയ്യാറാക്കി റൂമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ റൂമിൽ കയറ്റാൻ വേണ്ടി സമ്മതിക്കരുത്. ആ കുട്ടീനെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് കുറുമ്പും കുസൃതിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നിൽക്കരുത്. ഞാൻ വന്നിട്ട് ഞാൻ എന്താ ചെയ്തോളാം എന്ന് പറയാണ്. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് ശ്രുതി. അതിനുശേഷം ആ കുട്ടി വരുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ ഇങ്ങനെ ഹായ് മോളെ എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടി എന്താ പേര്? ലാവണ്യ. ഓ ലാവണ്യ ആൻറ്റി. അപ്പം ആൻറ്റിയോ എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി. ഞാൻ ചേച്ചിന്ന് വിളിക്കില്ല, നിങ്ങളുടെ മുഖത്ത് കുരുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ ആൻറ്റിയാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലാവണ്യ ആൻറ്റി പോലും ആൻറ്റി എനിക്ക് ഇഷ്ടമല്ല ആൻറ്റി എന്ന് വിളിക്കണം എന്നൊക്കെ എന്നെ പറയുക കേട്ടോ. ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹായ് മോളെ, എന്നാൽ സ്വീറ്റ്സ് കഴിക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കുവാണ്. ഓ ഈ സ്വീറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? പിന്നല്ലാതെ ഞാൻ ഉണ്ടാക്കിയതാ അത് പറയാണ്. എന്താ പേര്? ശ്രുതി. ഹായ് ശ്രുതി ചേച്ചി എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, മനോരമ എടുത്ത് എന്നെ ആൻറ്റിന്നും കാർട്ടൂൺ ബേബിനെ ചേച്ചിന്ന് അവൾ വിളിച്ചത്, എനിക്ക് ഈ കുട്ടീനെ ഇഷ്ടമായില്ല എന്ന് പറയുകട്ടോ ലാവണ്യ. അതിനുശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നത്, എന്താ മോളുടെ പേരെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പേര് പറയും കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ആ കുട്ടീനെ കാണുന്നത് നോക്കുമ്പോൾ അശ്വിൻ്റെ റൂമിൻ്റെ അടുത്ത് നിൽക്കുക കേട്ടോ. അയ്യോ ഈ റൂമിൽ മാത്രം കയറില്ല കേട്ടോ. എന്താ ചേച്ചിയുടെ ഭർത്താവിൻ്റെ റൂമാണിത്. സാധാരണ അച്ഛൻ്റെ റൂമിൽ കയറാൻ മുമ്പ് അമ്മ ഇതുപോലെ പറയാറുണ്ട്, റൂമിൽ കയറുന്നത്. അതെന്താ ചേച്ചിയുടെ ഭർത്താവിൻ്റെ റൂം ആയതുകൊണ്ടിട്ടാണോ? അയ്യോ ഇത് എൻ്റെ ഭർത്താവിൻ്റെ റൂമൊന്നുമല്ല, ഈ റൂമിലൊരു പ്രേതമുണ്ട്, പിശാച്ച്, പിള്ളേരെ കണ്ട വിഴുങ്ങും എന്ന് പറയാണ്. പിശാശോ? ആ പിശാശിൻ്റെ പേരാണ് കടലമിഠായി എന്ന് പറഞ്ഞ പിശാശോ? അതേന്നേ, അത് പിടിച്ച് വിഴുങ്ങും, പിള്ളേരെ കാണുന്നതേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ റൂമിൽ നിന്ന് പെട്ടെന്ന് പോയിക്കോ എന്ന് പറയാണ്. ആ കുട്ടി അപ്പം തന്നെ ആ റൂമിൽ കയറിയിട്ടായിക്കോട്ടെ പുറത്തേക്കണത്. അപ്പോൾ ആ കുട്ടി അപ്പം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ വരുമ്പോഴേക്കും അയ്യോ അശ്വിൻ വന്നല്ലോ, കടൽമിഠായിക്ക് വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ കുട്ടീനെ വേഗം ഒളിപ്പിച്ച് നിർത്തുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചേച്ചിനെ വിളിക്കുന്നുണ്ട്. അഞ്ജലി മേഡം പെട്ടെന്ന് തന്നെ വരണം, അശ്വിൻ സാറ് വന്നു, എനിക്ക് ആ കുട്ടീനെ അധികം നേരം നോക്കി നിർത്താൻ പറ്റില്ല കേട്ടോ, കണ്ണ് തെറ്റി ആ കൊച്ചിനെ കാണാതാവുകയാണ്, ഞാൻ ഇപ്പോൾ വരാം ശ്രുതി, നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്. അതേസമയം അശ്വിൻ വീട്ടിലേക്ക് പോണ സമയത്ത് ശ്രുതി എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരുമില്ല, ഞാനുണ്ട്, അല്ല വേറെ ആരോ വന്ന പോലത്തെ ഒരു തോന്നൽ, ഇല്ല സർ വേറെ ആരും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ റൂമിലേക്ക് കയറുന്നുണ്ട്. റൂം കയറി ഒരു 5 മിനിറ്റായിട്ട് അശ്വിൻ പെട്ടെന്ന് വാതിൽ തുറക്കുവാണ്. രാമേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവസാനത്തിൽ രാമേട്ടൻ വരുന്നുണ്ട്. എന്താ കുഞ്ഞു ചോദിക്കുമ്പോൾ എൻ്റെ റൂമിൽ ആരാ കയറിയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വേഗം വരുന്നുണ്ട്. സാറിൻ്റെ റൂമിൽ ആരും കയറിയില്ല, നിൻ്റെ പേരാണോ രാമേട്ടൻ? അല്ലല്ലോ, ഞാൻ രാമേട്ടനല്ലേ വിളിച്ചത്, പിന്നെ നീ എന്തിനാ വന്നത്? അല്ല സാർ സാറിൻ്റെ റൂമിൽ ആരും കയറിയില്ല, അതുകൊണ്ട് പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ആ കുട്ടി പോയിട്ട് അശ്വിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് റൂമിൽ, അശ്വിൻ്റെ ഫോട്ടോ, ആ ഫോട്ടോയിൽ പോയിട്ട് വീരപ്പനെ പോലെ മീശ ഇങ്ങനെ വരച്ചിങ്ങനെ വെച്ചേക്കുവാണ്. പക്ഷെ അശ്വിൻ അത് കണ്ടിട്ടൊന്നും അല്ലട്ടോ ദേഷ്യപ്പെടുന്നത്. അശ്വിൻ വെച്ചേക്കണ പ്ലാൻ ഉണ്ടല്ലോ അത് തകിടം മറിച്ചിട്ടേക്ക് ആ കുട്ടി. അപ്പോൾ അശ്വിൻ പറയും, ഇത് കണ്ടില്ലേ ചെയ്ത് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ ഇതാരാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് കാറ്റത്തെങ്ങാനും ആയതായിരിക്കും സർ എന്ന് പറയുകയാണ്. ആ സമയത്ത് അശ്വിൻ പറഞ്ഞിട്ട് എത്ര രൂപയുടെ സാധനം എന്ന് നശിപ്പിച്ച് വെച്ചേക്കണം അറിയാൻ, ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാവൂ, ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാണ്ട് ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്കും ചെറിയ വിഷമമാവും കേട്ടോ. ശ്രുതി അപ്പോൾ സോറി സാർ എന്ന് പറയുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ അശ്വിൻ തിരിയുമ്പോൾ ആ കാഴ്ച കാണുന്നത് വേറെ ഒന്നുമല്ല, അശ്വിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ മീശ വെച്ചേക്കണം. അപ്പോൾ തന്നെ അശ്വിന് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ തന്നെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനുശേഷം ആ കുട്ടി ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്ത് എന്തൊരു ഒച്ച കേൾക്കുമ്പോഴേക്കും ആ കൊച്ചു അയ്യോ പ്രേതം എന്ന് പറഞ്ഞിട്ട് വേഗം ഓടുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ട് ദേഷ്യത്തോട് വരുന്നുണ്ട്. ആ കുട്ടീനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ പുറകിൽ വിളിക്കുകയാണ് കുട്ടിയായിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇതാണോ ചേച്ചി പറഞ്ഞ? അപ്പോഴേക്കും ശ്രുതി വായ പൊത്തിപ്പിടിക്കും.
അപ്പം അശ്വിൻ ചോദിക്കും, എന്താ നിന്റെ ചേച്ചി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവിടെ ഒരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു, പിള്ളേരെ കാണാൻ ഇഷ്ടമല്ല, പിള്ളേരെ കണ്ടാൽ വിഴുങ്ങുമെന്ന് പറഞ്ഞൊരു പ്രേതം, കടലമിഠായി എന്ന് പറഞ്ഞ പ്രേതം എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ സൂക്ഷിച്ച് ശ്രുതിയെ നോക്കുകയാണല്ലോ, നീ എന്നെ അങ്ങനെ പറഞ്ഞു അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല കേട്ടോ. അതേസമയം ഇത് ഞാൻ ഹിന്ദിയിലെ ഭാഗങ്ങളാണ് കേട്ടോ പറഞ്ഞത്, ഹിന്ദിയിലെ ആ 8 പിള്ളേർ കൂടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തു വെക്കണത്. അതേസമയം നമ്മുടെ അമ്പലത്തിൽ പോയ അഞ്ജലി പോയ സമയത്ത് തന്നെ നമ്മുടെ ശ്യാം ശ്രുതിയുടെ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ശ്യാം കുറച്ച് പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ആ അമ്പലത്തിലെ കടയിലേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശ്യാമോ നല്ലൊരു പയ്യനാണല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കലത്തിൽ ഇങ്ങനെ മൂളുവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്യാം പെട്ടെന്ന് ആ കാഴ്ച കാണുന്ന അഞ്ജലിയും ആ അമ്പലത്തിൽ വന്ന കാഴ്ച, ശ്യാം അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും അഞ്ജലി കാണുവാട്ട്, ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ വെറുതെ അമ്പലത്തിൽ വന്നത് അഞ്ജലി എന്ന് പറയുവാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛൻ ആ കാഴ്ച കാണുവാട്ടോ. ആദ്യമായിട്ട് ശ്യാമിൻ്റെ കള്ളത്തരെ ശ്രുതിയുടെ അച്ഛൻ കണ്ടുപിടിക്കുന്ന ഒരു ദിവസം കൂടിയാട്ടോ നാടാ. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ദേഷ്യത്തോടു കൂടി ശ്യാമിനെ നോക്കുമ്പോൾ ശ്യാം പെട്ടെന്നാണ് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ശ്യാമിന് എന്ത് ചെയ്യണമെന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ശ്രുതിയുടെ അച്ഛൻ ശ്യാമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണ കാണും. എല്ലാ ഏട്ടൻ അയാൾ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, എല്ലാ ചേട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ചേട്ടനെ പരിചയമുള്ള ആരും ആണെന്ന് തോന്നുന്നത്, പോയി സംസാരിച്ചിട്ട് വാ ചേട്ടാന്ന് പറയാണ്. വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ ശ്യാമിനെ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈവച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ. അതുകൂടി കാണുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം മനസ്സിലായി, ശ്യാമിൻ്റെ ആരോ ആണ് അതെന്ന്. അതിനുശേഷം പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ വന്നിട്ട് ശ്രുതിയുടെ അച്ഛനോട് പറയുന്നുണ്ട്, അതെ ഞാൻ അപ്പുറത്ത് പോയിട്ട് പൂജക്കുള്ള ചെറിയ സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്യാമി അഞ്ജലിനെ കൂട്ട് ആ സെക്കൻഡ് അവിടെ നിന്ന് മുങ്ങുവാട്ടോ. നാളെ നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.